ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKയ്ക്ക് പിന്തുണ അറിയിച്ച് CPM-ഉം CPI-യും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP-യായ KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVKയ്ക്ക് CPI-യും CPIM-ഉം പിന്തുണ അറിയിച്ചു. VCKയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA-മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയ്ക്ക് കോൺഗ്രസിന്റെ 5 MLA-മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPI-ക്കും CPM-നും VCKയ്ക്കും 2 MLA-മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരങ്ക മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധ സേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE-യിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി ഏപ്രിൽ 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12-ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം S. നവീൻ, ഉടുപ്പി S. ശ്രീജിത്ത്, ചേർത്തല G. കൃഷ്ണകുമാർ, അഞ്ചൽ H. കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328-ലും നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 1,11,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKയ്ക്ക് പിന്തുണ അറിയിച്ച് CPM-ഉം CPI-യും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.